നമസ്കാരം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. രോഹിണി നക്ഷത്രജാതർക്ക് മെയ് മാസം ഗുണദോഷ സമ്മിശ്രാനുഭവങ്ങൾ നിറഞ്ഞതാകും. ഈ നക്ഷത്രജാതരായ ബിസിനസ്സുകാർക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല. പിതാവിൽ നിന്നും മാതാവിൽ നിന്നുമുള്ള സഹായങ്ങൾ വളരെ കുറച്ചേ കിട്ടുവാനുള്ള സാധ്യതയുള്ളൂ. കലഹങ്ങളിൽ ശരിയും തെറ്റും നോക്കാതെയും നഷ്ടം വന്നാലും അവസാനം വരെയും സ്വാഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ശത്രുക്കൾ വർദ്ധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ആരെക്കുറിച്ചും തോന്നുന്ന അഭിപ്രായം പറയാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണിവർ. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിൽ ശ്രദ്ധ ഉണ്ടാകുമെങ്കിലും അവർ പ്രതീക്ഷിച്ചത്ര വിജയമുണ്ടായെന്ന് വരില്ല. ഈശ്വരഭക്തരും ത്യാഗശീലരുമായിരിക്കുന്നതുകൊണ്ട് ദൈവാധീനം എല്ലാ കാര്യങ്ങളിലും ഉണ്ടാകുന്നതാണ്. അപകടങ്ങളിൽ നിന്ന് അത്ഭുതകരമാം വിധം രക്ഷപ്പെടുന്നതുമാണിവർ. ഈ നക്ഷത്രജാതർക്ക് കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാവുകയും നിലവിലുണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് അറുതി വരുന്നതുമാണ്. എല്ലാ വിധത്തിലുള്ള കാര്യസാധ്യവും അനുകൂലമാകുന്നതുമാണ്. വിവാഹം, വിദേശയോഗം എന്നിവയ്ക്കുള്ള സാധ്യതയുണ്ട്. സ്വപ്ന പദ്ധതികൾ നടപ്പിലാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രജാതർക്ക് ബുധ-ശുക്ര പരിവർത്തനത്തോടെ ഗുണഫലങ്ങൾ ലഭിക്കാവുന്നതാണ്. വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനമെടുക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. രോഗദുരിതം കൊണ്ട് കഷ്ടത അനുഭവിച്ചവർക്ക് ആശ്വാസം ലഭിക്കുന്നതുമാണ്. ആധ്യാത്മിക കാര്യങ്ങളിൽ ഇവർ കൂടുതൽ താല്പര്യം കാണിക്കുന്നതാണ്. പുണ്യപ്രവർത്തികൾ നടത്തുവാനുള്ള അവസരങ്ങൾ ഇവർക്ക് വന്നു ചേരുന്നതുമാണ്. ഗ്രഹനിർമ്മാണ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണിവർ. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഈ മാസം ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും. കർമ്മരംഗത്ത് ഇവർക്ക് അവിചാരിതമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ്. ഈ നക്ഷത്രജാതരുടെ ആരോഗ്യനില അത്ര തൃപ്തികരമായിരിക്കില്ല. ശിരോരോഗങ്ങൾ, മുറിവ്, ചതവ്, ആമാശയ രോഗങ്ങൾ എന്നീ രോഗങ്ങൾക്ക് വിധേയരാകുന്നതാണ്. ദോഷശാന്തിക്കായി രോഹിണി നക്ഷത്രജാതർ ഈ മാസം ദേവീക്ഷേത്രത്തിൽ എണ്ണ വിളക്ക്, ശാസ്താവിന് ശനിയാഴ്ചകളിൽ നീരാഞ്ജനം, ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ അർച്ചന എന്നിവ നടത്തേണ്ടതാണ്. മകയിരം നക്ഷത്രജാതർക്ക് ശുക്രൻ, ബുധൻ, സൂര്യൻ, ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ മാറ്റം കൊണ്ട് മെയ് മാസത്തിൽ തൊഴിൽ ഭാഗ്യം, വിവാഹലബ്ധി, ധനവരവ് എന്നിവ ലഭ്യമാകുന്നതാണ്. ഈ മാസം 10-ാം തീയതി വരെ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുകയും മെയ് മാസം 14-ാം തീയതി സൂര്യൻ ഇടവം രാശിയിലേക്ക് വരികയും 17-ാം തീയതി ചൊവ്വ മീനം രാശിയിൽ സഞ്ചരിക്കുകയും മെയ് മാസം 23-ാം തീയതി ശുക്രൻ മേടം രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നതിനാൽ ശുഭകരമായ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന കാലഘട്ടമാണ്. പൂർവിക സ്വത്തുക്കളൊക്കെ ലഭ്യമാകുന്നതാണ്.
വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ വിവാഹാലോചനകൾ വരികയും അത് വിവാഹത്തിൽ കൊണ്ടെത്തിക്കുന്നതുമാണ്. ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്ന സൗന്ദര്യ പിണക്കങ്ങളൊക്കെ മാറിക്കിട്ടുന്നതുമാണ്. ഈ നക്ഷത്രജാതർക്ക് ഈ മാസം മംഗല്യഭാഗ്യം, ധനവരവ് എന്നിവയൊക്കെ അനുഭവത്തിൽ വരുന്ന മാസം കൂടിയാണ്. ഈ മാസം ഇവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുന്ന കാലഘട്ടം കൂടിയാണ്. പുതിയ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. താൽക്കാലിക ജീവനക്കാർക്ക് സ്ഥിരത നേടുവാനും സാധിക്കുന്നതാണ്. ഗവൺമെൻറ് ജോലി ലഭിക്കുവാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ജോലിയിലിരിക്കുന്നവർക്ക് പ്രമോഷൻ, അതുപോലെ തന്നെ ഉയർന്ന ജോലിയിൽ പ്രവേശിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. സന്താനങ്ങളിൽ നിന്നും ഇവർക്ക് ഗുണങ്ങൾ പ്രതീക്ഷിക്കാവുന്നതുമാണ്. വിവാഹത്തിന് ഇതുവരെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടി വിവാഹം നടക്കുന്നതുമാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രജാതനായ ബിസിനസ്സുകാർക്ക് സാമ്പത്തിക വർധനവ് ഉണ്ടാകാം. നൂതന ആശയങ്ങൾ രൂപീകരിച്ച് പുതിയ സംരംഭങ്ങൾ തുടങ്ങിയവർക്ക് അത് വിജയത്തിലെത്തിക്കുവാൻ സാധിക്കുന്ന സമയം കൂടിയാണ്. ഈ നക്ഷത്രജാതർ ഈ മാസം പതിവായി വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. തിരുവാതിര നക്ഷത്രജാതർക്ക് സൂര്യൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതാകിയാൽ കീർത്തി ലഭിക്കുന്നതാണ്. ബുധൻ്റെ അനുകൂല ഭാവത്താൽ വിദ്യാപുരോഗതി ഉണ്ടാകുന്നതുമാണ്. ഈ നക്ഷത്രജാതർക്ക് പിതൃധനം ലഭിക്കുന്ന കാലഘട്ടമാണ്. ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്ക് ഭരണാധികാരം ലഭിക്കുന്നതാണ്. വാഹനഭാഗ്യവും ഉണ്ടാകുന്നതാണ്. ശുക്രൻ്റെ അനുകൂല ഭാവത്താൽ പൂർവിക സ്വത്തുക്കളൊക്കെ ഇവർക്ക് ലഭിക്കുന്നതും സർക്കാർ ഉദ്യോഗം ലഭിക്കുവാനുള്ള സാധ്യതയുമുണ്ട്. സന്താന ലബ്ധിക്കുള്ള യോഗവുമുണ്ട്. പുനർവിവാഹം ആഗ്രഹിക്കുന്നവർക്ക് അത് നടക്കുവാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യങ്ങളും നേർവഴിക്ക് നീങ്ങുന്നതുമാണ്. ഉദ്ദിഷ്ട കാര്യസിദ്ധി ഉണ്ടാകും. കലാകായിക രംഗത്തുള്ളവർക്ക് അംഗീകാരവും പ്രശസ്തിയുമൊക്കെ വർദ്ധിക്കാവുന്നതുമാണ്. ബിസിനസ്സുകാർക്ക് കൂടുതൽ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നതുമാണ്. കൂട്ടുസംരംഭങ്ങൾ നടത്തുന്നവർക്ക് അനുയോജ്യമായ കാലഘട്ടമാണ്. വിവാഹിതരാകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടമാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സാധ്യമാകുന്നതുമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവുമൊക്കെ ഉണ്ടാകുന്നതാണ്. ഈ നക്ഷത്രജാതർ പതിവായി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. നന്ദി, നമസ്കാരം.